രോഹിത്തെ, ഈ കലോത്സവങ്ങളിലൊക്കെ പലപ്പോഴും ഈ തലകറങ്ങി വീഴുന്നതും കൈകാലുകൾ മുറിയുന്നതും ഈ എന്താ പാട്ട് മാറിപ്പോകുമ്പോൾ അന്തം വിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഒരു കാര്യം വാർത്തയായി വന്ന ആ കുറിച്ചങ്ങ് വൈറലായാൽ പലരും ഇതങ്ങ് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് കൈയൊക്കെ മുറിഞ്ഞ് ബ്ലഡ് വന്നാൽ പോലും ആ മത്സരം നിർത്താതെ തൻ്റെ ജീവന് പോലും ആപത്താണെന്ന് മനസ്സിലാക്കാതെയുള്ള ഒരു പോരാട്ടം. ഈ കുട്ടികൾ ഇത് മനസ്സിലാക്കാത്തത് മനസ്സിലാക്കാം. അവരാണ് ഈ ടീച്ചർമാരും രക്ഷകർത്താക്കളും എന്ത് കണ്ടിട്ടാണ് ഇത് ഈ മത്സരങ്ങൾക്ക് മുന്നിൽ, മത്സരബുദ്ധിക്ക് മുന്നിൽ മനുഷ്യത്വം മരവിച്ചു പോവുക എന്ന് പറയുന്ന ഒരു സാധനമാണിത്. എങ്ങനെയും ജയിച്ചാൽ മതി. നോക്കൂ, ഈ വീഡിയോ ആണ് തന്നെ എടുത്ത് വെച്ച് പറയുന്നത് നമുക്കറിയാം. നമ്മൾ പ്രേക്ഷകർ ഇത് കാണിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ചോരയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെതായ പരിമിതി ഉണ്ടാവും. നോക്കൂ, കയ്യിൽ നിന്ന് ചോര തെറിക്കുകയാണ്. ഓരോ കയ്യടിയിലും ഇത് ഒലിച്ചിറങ്ങുന്നതല്ല, തെറിച്ച് വീഴുന്ന ചോരയാണ്. കയ്യിൽ അത്രത്തോളം മുറിവ്, ഞരമ്പിന് എന്തെങ്കിലും പറ്റിയിട്ടായിരിക്കാം ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ കുട്ടി ഉടുത്തിരുന്ന സെറ്റ് സാരിയുടെ മുൻവശം മുഴുവൻ ചോര വന്ന് നിറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ആ കുട്ടി നിർത്താതെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. നോക്കൂ, കലോത്സവങ്ങൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം, രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കുട്ടികൾ എന്തോ വലിയ സംഭവമാണ്. തങ്ങൾക്ക് ഫസ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. കലയെ സ്നേഹിക്കണം, അതിന് അവസരങ്ങൾ ഒരുക്കണം, സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഒരുക്കണം. പക്ഷേ ഇത് ജീവൻ പണയം വെച്ച് കളിക്കുക, അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടാക്കി ഇതൊരു സൗഹൃദ അന്തരീക്ഷത്തിൽ കളിക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഇന്നലെ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിന്റെ ക്യാപ്ഷൻ എന്താണെന്നറിയോ? അക്ഷരം തെറ്റാതെ വിളിക്കാം കലാകാരി. നോക്കൂ, പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, ഏതോ ഒരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, മനോജ് കെ മുരളിയൊക്കെ അഭിനയിച്ച ഒരു സിനിമ. അതിൽ തട്ട മരിച്ചു വീഴുന്ന വലിയ പുണ്യമാണെന്ന് പറയുക, അവസാനം മുരളി കുത്തുകൊണ്ട് വീഴുന്നതും ഒക്കെയാണ് ആ സിനിമയുടെ ഇതിവൃത്തം എന്നത്. സിനിമയുടെ പേര് ഞാൻ മൊബൈൽ പ്രേക്ഷകർ ശ്രമിക്കുന്ന ഇച്ചിരി ഓർമ്മക്കുറവുണ്ട്, പ്രായമായി വരുന്നതിന്റെ ആയിരിക്കാം. അപ്പോ എന്നെക്കാൾ കൂടുതൽ തന്നിക്ക് കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് 22 തന്നിക്ക് 56. അത് ആ വ്യത്യാസം ഉണ്ടാവും. എന്തായാലും 22 പ്രായ കൂടുതൽ തന്നെയാണ്. എന്തായാലും അതൊക്കെ കാണുന്ന രീതിയിൽ ഈ കുട്ടികളും ഇങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ള സംശയം. ആളുകൾ വിചാരിക്കും ഇതൊരു ചെറിയ വിഷയമല്ല. അല്ല, ഇത് കയ്യിലെ കുപ്പിവള പൊട്ടി കൈ മുറിഞ്ഞ് ചോര തെറിക്കുന്നതാണ് ആ വീഡിയോ കാണുന്നത്. നോക്കൂ, ആ കുട്ടി എല്ലാ പെൺകുട്ടികളുടെ കൈകളിൽ കരിവളകൾ ഇട്ടിട്ടുണ്ട്. വഞ്ചിപ്പാട്ട് മത്സരമാണ് നടക്കുന്നത്. ഈ കൈ ഇങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ ഈ വളകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഈ ഏകദേശം കൈയുടെ ഈ ഭാഗത്താണ് മുറിവ് പറ്റുന്നത്. അതായത് ഞരമ്പിന്റെ ഈ ഭാഗത്ത് ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മുറിക്കുന്ന ഭാഗമാണ് ഇത്. മുറിച്ച് കൈ കൊട്ടുമ്പോൾ ഈ കൈകൾ കൂട്ടിയിടിക്കുമ്പോൾ ഞരമ്പിൽ നിന്ന് തെറിക്കുന്ന ചോരയാണ് ആ വയറിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ തെറിച്ചു വീണ് കിടക്കുന്നത്. ഒലിച്ചിറങ്ങിയതല്ല, തെറിച്ചു വീണ് കിടക്കുകയാണ്. എന്നിട്ടും ആ കുട്ടി വീണ്ടും കളിക്കുന്നു. ഈ വിധികർത്താക്കൾ ഇത് കണ്ടുകൊണ്ട് വിധിയിടാനിരിക്കുന്നു. ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ ആ വേദിയിൽ ഉണ്ടാകാതിരിക്കാം എനിക്കറിയില്ല. ഒരാളുടെയെങ്കിലും ഉണ്ടാകില്ലേ? തന്റെ മകളുടെ കൂട്ടുകാരിയാണ് അല്ലെങ്കിൽ തന്റെ മകളാണ് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ പരിപാടി നിർത്താൻ പറയണം. ആ കുട്ടിയുടെ കയ്യിൽ ഒരു ബാൻഡേഡ് ഒട്ടിച്ചതിന് ശേഷം ഇത് തുടരട്ടെ, ഒന്നേന്ന് തുടരട്ടെ. അതിനകത്തൊരു മാന്യതയില്ലേ? അല്ലാതെ ഇത് 100 ചിലപ്പോൾ 50 100 ഗ്രൂപ്പുകൾ ഇത് പെർഫോം ചെയ്യാനുണ്ടാകും. കുറച്ചുകൂടെ ലേറ്റായി പൊക്കോട്ടെന്നേ. ഇതല്ലാണ്ട് അവിടെ നിന്ന് കാഴ്ചക്കാരിൽ ഒരാൾക്ക് എന്തിനാ ഇത് റിപ്പോർട്ട് ചെയ്യാമെന്ന് ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരെങ്കിലും ഇത് നിർത്തിവെക്കാൻ ആവശ്യപ്പെടാത്തത് എന്താ? ഇതാണോ, ഇങ്ങനെയാണോ കലോത്സവങ്ങൾ നടത്തേണ്ടത്? നവംബറിൽ നടന്ന സ്കൂൾ കലോത്സവത്തിൽ നിന്നുള്ള രംഗമാണ് തന്നെ. ഇത് ഈ വർഷം മാത്രമല്ല, എവിടെ നടന്നതെന്ന് വ്യക്തമല്ല തന്നെ. ഇത് ഈ വർഷം മാത്രമല്ല തന്നെ. എന്റെ അടുത്ത് ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയത് ഈ വർഷത്തെ ആണോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ അതുകൊണ്ടാണ്. രോഹിത് ഇതുപോലെ കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ എനിക്ക് ഓർമ്മയില്ല. ഇതേപോലെ തന്നെ ഒരു വേദിയിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് കളിക്കുകയും അവസാനം ആ കുട്ടി കുഴഞ്ഞു വീഴുന്നതും വീഡിയോ ഉണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ട്. നോക്കൂ, ബഹുമാനായ മന്ത്രി വി ശിവൻകുട്ടി സാറിനോടാണ് പറയാനുള്ളത്. എല്ലാ ബഹുമാനത്തോടെയും സഖാവ് ശിവൻകുട്ടിയോട് പറയാണ്, താങ്കളൊരു സർക്കുലർ ഇറക്കണം. ഈ കലോത്സവങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊന്നും കാട്ടിക്കൂട്ടാൻ അനുവദിക്കരുത് എന്ന്. ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയാൽ ആ പരിക്ക് പരിഹരിച്ചതിന് ശേഷം എന്തുമാത്രം ചോരയാണ് ആ കുട്ടിക്ക് വാർന്നു പോയിരിക്കുന്നത്. അതിനുശേഷമുള്ള കലോത്സവം മതിയെന്നേ. ഒരു കുട്ടിയുടെ ജീവൻ വെച്ചാണോ കലോത്സവം കളിക്കുന്നത്? ഇതൊരുമാതിരി എന്താ ഞാൻ പറയേണ്ടത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവന്റെ ഒക്കെ മനോഭാവത്തെയാണ്. ആ കുട്ടി ചിലപ്പോ നോക്കൂ, അതൊരു 10-15 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകട്ടെ എന്ന് വെച്ചാൽ ആ കുട്ടി ചിലപ്പോൾ ആവശ്യം. ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താണെന്നേ, ഈ ഞരമ്പിന് മുറിവ് പറ്റിയാണ്. കുപ്പി സംഭവം ചോദിക്കുമ്പോൾ പറയും കുപ്പിവിള പൊട്ടി മുറിവ് പറ്റിയാണ്. കുപ്പിവിള കൊണ്ട് ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റും. കുപ്പിവിള അത്രയും ഷാർപ്പാണ് ഈ കുപ്പിവിളയുടെ. ഇത് ഗ്ലാസ് ആണല്ലോ, അത് പൊട്ടുന്ന രീതിക്കനുസരിച്ചിരിക്കും. കുപ്പിവിള ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിച്ച് കാണിക്കരുത്, നോക്കണ്ട. അപ്പോൾ ഈ കുപ്പിവിള
കുത്തിക്കയറി ആ ഞരമ്പിന് പരിക്ക് പറ്റിയാൽ എന്തൊക്കെ സംഭവിക്കാം? ഞാൻ ചോദിക്കട്ടെ രോഹിത്തെ, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ നമ്മൾ ചർച്ച ചെയ്യട്ടെ. അതായത് ഈ കുട്ടി കളി അവസാനിപ്പിച്ചാൽ അതിന് വേദന സഹിച്ച് ബ്ലഡ് വാർന്നു പോയി അത് കളി അവസാനിപ്പിച്ചാൽ അതിനുണ്ടാകുന്നൊരു പ്രഷർ കൂടിയില്ലേ? കാരണം ഒരു സ്കൂളിൽ നിന്നായിരിക്കും വരുന്നത്, ആ സ്കൂള് ഇതിൻ്റെ സമ്മാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഈ കുട്ടി കാരണം അത് മുടങ്ങിയാൽ നാളെ സ്കൂളിൽ എത്തുമ്പോൾ അത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതൊക്കെ ഇതിന്റെ ചിന്തയിൽ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ രക്തം മാറുന്ന ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടോ കുട്ടി ഭാവഭേദമന്യേ ആ കുത്തി ഇരുന്ന് ഈ പറയപ്പെടുന്ന രീതിയിൽ കളിയുമായി മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ആ കുട്ടി ആ കളി അവിടെ അവസാനിപ്പിക്കുമായിരുന്നു. നോക്കൂ, ചിലപ്പോൾ ആ സ്കൂളിന് ഒന്നാം സമ്മാനം ലഭിക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത്. അപ്പൊ ഇതിന്റെയൊക്കെ പോയിന്റുകൾ അതിന്റെയൊക്കെ ഭാഗമാകും. ഇതുകൊണ്ടുണ്ടായാൽ ചിലപ്പോൾ ഈ ടീച്ചർമാർ എന്നൊരു നുള്ളൊക്കെ കൊടുത്തിട്ട് ചോദിക്കും, നിനക്ക് എന്താണ് അങ്ങോട്ട് കളിച്ചാലെങ്കിൽ എന്തായിരുന്നു പ്രശ്നം, ഈ ചോര അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ ഈ കുട്ടിയുടെ ഈ മുറിവ് പറ്റി ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവന്റെ കുടുംബത്തിനല്ലേ പോയത്. അതുകൊണ്ട് ദയവേദി കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന കുട്ടികൾ ആലോചിക്കണം. മത്സരങ്ങൾ നല്ലതാണ്. കലോത്സവങ്ങളിൽ മത്സര ബുദ്ധിയോട് കൂടി നിങ്ങൾ മത്സരിച്ചോളൂ. അത് ആരോഗ്യപരമായ മത്സരമാകട്ടെ. അല്ലാതെ ഇത്തരത്തിലുള്ള പരിക്കുകളും പ്രശ്നങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി പോയിട്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കി. ഈ കുട്ടിക്ക് ദൈവഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കതിനകത്ത് ആ രീതിയിൽ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താകും? എന്ത് ഭീകരമാണ് ആ ദൃശ്യം. അതിന് ഇതാണ് യഥാർത്ഥ കലാകാരി എന്ന് പറയുന്നത്. ഹാഷ്ടാഗ് വിട്ട്, ടൈറ്റിൽ വിട്ട്, ക്യാപ്ഷൻ വിട്ട് വീഡിയോ പ്രചരിപ്പിക്കുന്നവന്മാരെ എന്താണ് പറയേണ്ടത്? ഇതെന്താ മക്കളെ ഇതുപോലെ ഇവനൊക്കെ വിടുമോ? എന്റെ മക്കളെയാണ് ഞാൻ വിടില്ല. എൻ്റെ മക്കളെയാണ് ഞാൻ വിടില്ല. അവരെ വിടില്ല എന്നല്ല, അവരെ ഡാൻസ് പഠിപ്പിക്കണം, അവരെ കലോത്സവങ്ങൾക്ക് അയക്കണം, മത്സര ബുദ്ധിയോടുകൂടി അവരെ ഒന്നാമതാകാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ പറയണം. ആദ്യം ശരീരം നോക്കട്ടെ, ആദ്യം അവരുടെ കാര്യം നോക്കട്ടെ, അതിനുശേഷം മാത്രം പോരെ. ഈ നോക്കൂ, എൻ്റെ ഭാര്യ ടീച്ചറാണ്. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോഴും അവളും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇന്ന് ഞാൻ വരുമ്പോൾ അവളെ സ്കൂളിൽ ഇറക്കി വിട്ടു. അവൾ എന്നോട് പറഞ്ഞ്, ചേട്ടാ കുട്ടിയുടെ നാടോടി അവൾ പഠിപ്പിച്ച കുട്ടിയെ കൊണ്ട് നാടോടി നൃത്തത്തിന് പോവാണ് കലോത്സവത്തിന്, കാണാൻ വരുമെന്ന് ചോദിച്ചാൽ ഇല്ല മോളെ എനിക്ക് ഷൂട്ടിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് എന്താ, നീ വല്ലതും കഴിച്ചിട്ട് പോകണം, കൊച്ചിനും വല്ലതും മേടിച്ചു കൊടുക്കണം. ഏതാ അവൾ പഠിപ്പിക്കുന്ന കുട്ടിയാണ്, ആ കുട്ടിയെ കൊണ്ടാണ് പോണേ. കൊച്ചിനും എല്ലാം മേടിച്ചു കൊടുക്കണം. അവിടെ ചെന്നിട്ട് ഈ പറയപ്പെടുന്ന സമയമായി എന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെ കൊച്ചിനെ സ്റ്റേജിലേക്ക് കയറ്റി വിടരുത്, നീയും വല്ലതും മേടിച്ച് കഴിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അതിന് ശേഷമുള്ള കല മതി. അങ്ങനെയല്ലേ എടുക്കേണ്ടത്. ഒരു കുട്ടിയുടെ ആരോഗ്യം വെച്ചിട്ടാണോ ഇത് കളിക്കേണ്ടത്? ഒരിക്കലും ഒരു വിധത്തിലും ഈ ഇത്തരത്തിലുള്ള ഇതിനോട് യോജിക്കാൻ പറ്റില്ല. ഇത് ചോരക്കളിയാണ്. ഈ ചോരക്കളി കലോത്സവങ്ങളിൽ അവസാനിപ്പിക്കണം തന്നെ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കലോത്സവത്തിന് പിന്നെ പണ്ട് മൂക്കിലെ രാജ്യത്ത് മുറുമുക്കൻ രാജാവിനെ പോലെ നാടൻ കളിക്കാനൊക്കെ നമ്മൾ പോവും. നാടൻ കളിക്കാനൊക്കെ പോയിട്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മളൊക്കെ പഠിച്ചത് അവിടുത്തെ നാട്ടിലെ സാധാരണ സ്കൂളുകളിലാണ്. അവിടെ വലിയ പൈസയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നിന്നും വലിയ പൈസയൊന്നും തരാമില്ല. ഏതെങ്കിലും സാറുമാർ ഒരു ഓട്ടോയോ എല്ലാം വിളിച്ച് ഓട്ടോക്കൂലി തന്ന് വിടും. നമ്മൾ അവിടെ ചെന്ന് നമുക്ക് മേക്കപ്പ് മാൻ ഇല്ല, നമുക്ക് ബാക്കി രംഗ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ഫണ്ടില്ല. പക്ഷെ നമ്മളവിടെ ചെന്നിട്ട് മാവളം നിൽക്കും. ഓരോ സ്കൂളിലെ ടീച്ചർമാർ കൊണ്ടുവന്ന് മേക്കപ്പിന് മേക്കപ്പ്, ഫുഡിന് ഫുഡൊക്കെ ഉണ്ട്. സ്കൂളിലെ സാറുമാർ, നമ്മുടെ സാറുമാർ മാസമായിരുന്നു. കയ്യിലെ കാശ് തന്നിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ മേടിച്ച് കഴിച്ചോ, നിങ്ങൾ നിങ്ങളുടെ പാടായി എന്നും പറഞ്ഞ് വിടും. രാത്രിയിലൊക്കെ ആയിരിക്കും ഈ നാടകം കളിക്കാൻ ചെല്ലേണ്ടത്. അപ്പോഴത്തെ ഒരു ആവേശത്തിന് ഇവിടെ വലിയ രംഗ സംവിധാനങ്ങളൊക്കെ ഒരുക്കി മേക്കപ്പൊക്കെ ഇട്ട് വലിയ ടീമുകൾ കളിക്കുമ്പോൾ ഞങ്ങളും പോയി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളും കളിച്ചിട്ടുണ്ട്. അതിൻ്റെതായ മോഡിൽ എടുത്തിട്ടുമുണ്ട്. ഞാൻ പണ്ട് സബ് ജില്ലയിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നു സബ് ജില്ലയിൽ നാടകം കളിക്കാൻ പോയി. സബ് ജില്ലയാണെന്ന് തോന്നുന്നു. ആ സബ് ജില്ലയിൽ നാടകം കളിക്കാൻ പോയി. രാത്രിയിൽ 8 മണിക്കോ 9 മണിക്കോ എന്തായിരുന്നു നാടകം. അപ്പോൾ ഇത് കഴിയുമ്പോൾ പിള്ളേർ എൻ്റെ കൂടെയുള്ളവരൊക്കെ ചോദിക്കുന്നത്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണ്ടേ, ഈ നാടകം കഴിഞ്ഞിട്ട് പോകണ്ടേ. ഞാനാണല്ലോ സംവിധായകൻ, അപ്പോൾ എന്നോടാണല്ലോ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പോകണം, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അപ്പോഴും നമ്മുടെ വിശ്വാസം എന്തുവാ, നമുക്കറിയാം നമ്മളെ വിട്ടിട്ടുള്ള സാറുമാരുണ്ട്, അവർ വന്നോളും എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് സ്കൂൾ ബസ്സിൽ എന്തോ അവിടെ കൊണ്ടാക്കി കുറേ കുട്ടികളുണ്ടായിരുന്നു. ടീച്ചർമാരുടെ പാടിന് പോയി ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നാടകം കളിച്ചു. റിസൾട്ട് വരുന്നതിന് മുമ്പിട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ അകത്തെ മോഹൻ സാർ മരിച്ചുപോയി. സാറിൻ്റെ കാറും ഒക്കെ ആയിട്ട് വന്ന് ഞങ്ങളെ കാത്തിരുന്നു. ഞങ്ങളെ കാറ് കയറ്റി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ സാർ ചോദിച്ചു, റിസൾട്ടിന് നിൽക്കേണ്ടടാ, എന്തിനാ സാറേ നമ്മൾ ജയിക്കത്തില്ലല്ലോ, പിന്നെ എന്തിനാ നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കും. ഞങ്ങൾ പങ്കെടുത്തു, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ പങ്കെടുത്തു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്കൂളിൽ കളിക്കുമ്പോൾ ഒരു മേക്കമ്മാനെ കിട്ടിയായിരുന്നു, ഞങ്ങളുടെ സ്കൂളിന്റെ ബസ്സിന്റെ ക്ലീനർ. പുള്ളി അവിടെ വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പറ്റിച്ചു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണൊന്നുമില്ല. മൊബൈൽ ഫോണുണ്ട്, നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ കലോത്സവങ്ങളെ നേരിട്ട നമുക്കറിയാം. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഭാര്യയ്ക്ക് കലോത്സവങ്ങൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടം. കാരണം അവൾ കുഞ്ഞുനാൾ മുതൽ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരം പരിപാടികളൊക്കെ പോകുന്ന ആളായതുകൊണ്ട് അവൾ വലിയ താല്പര്യത്തോടെ തന്നെ നോക്കിക്കാണും. ഇത് നോക്കി കാണുമ്പോഴും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ, ഇതല്ലല്ലോ ജീവിതം, ഈ കലോത്സവങ്ങളൊന്നും അല്ല ജീവിതം. നോക്കൂ, ഇത്രയും റിസ്ക് എടുത്ത് ഇവർ ഫസ്റ്റും മേടിച്ച് +2 വരെ പഠിച്ചു, കോളേജ് കലോത്സവത്തിനും പോയിട്ട് എന്തെങ്കിലും ജോലിയുടെ ഭാഗമായിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. എത്ര പേരാണ് ഈ മേഖലയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നാളെ ഇവർക്കൊരു ഫ്യൂച്ചറുണ്ട്. ആ കുട്ടിയുടെ ജീവിതമാണ് ഈ ഒരു പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു പക്ഷെ സംഭവിച്ചിരുന്നെങ്കിൽ ഞരമ്പ് കട്ടായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയുടെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെടാം, ചോര വാർന്ന് എന്തൊക്കെ സംഭവിക്കാം. എത്ര ദിവസം ആശുപത്രി കിടക്കുമ്പോൾ ഈ പറയപ്പെടുന്ന കലോത്സവത്തിന്റെ നടത്തിപ്പുകാരോ സ്കൂളുകാരോ എല്ലാം പിരിച്ച് ഒരു 10,000 കൊടുക്കുമായിരിക്കും. ബാക്കി പൈസ
ആ കുട്ടികളുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് ദയവ് ചെയ്ത് കലോത്സവങ്ങൾക്ക് പറഞ്ഞു വിടുന്ന കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ രക്ഷകർത്താക്കൾ പറയണം, മക്കളെ സ്വന്തം ശരീരം നോക്കിയിട്ടുള്ള കല മതി. കല വേണ്ടാന്നല്ല, ഡാൻസ് വേണം, പാട്ട് വേണം, എല്ലാ സംവിധാനങ്ങളും വേണം. നമ്മളും പണ്ട് ഈ കലോത്സവ വേദികളിൽ പോയി, കഴിഞ്ഞ സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ കൊല്ലത്ത് പോയി 3-4 ദിവസം വായി നോക്കിയ നാളെ ഞാൻ വാർത്ത ചെയ്യാനാണേ, വേറൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വേണം. അത്തരത്തിലാവട്ടെ, ഇത്തരത്തിലുള്ള രക്തരൂക്ഷിതമായ പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടട്ടെ. തീർച്ചയായിട്ടും.